എ സി ഫാനും ഒക്കെ ഇട്ട് കിടന്നാലും ചില ദിവസങ്ങളിൽ വേർത്ത് പൊളിച്ചാണോ നിങ്ങൾ എഴുന്നേക്കാറുള്ളത്? അതിന്റെ കാരണം നിങ്ങളുടെ റൂമിന്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്ന മാട്രസിന്റെ പ്രശ്നമാണ്. ചില മാട്രസുകൾ ഹീറ്റ് ട്രാപ്പ് ചെയ്യും. അങ്ങനെയുള്ള മാട്രസുകളിൽ കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേക്ക്ഫിറ്റിന്റെ എർഗോടെക് എക്കോലാറ്റെക്സ് മാട്രസസ് പരിചയപ്പെടുത്താം. ഇതിൽ ലേറ്റക്സിൽ വരുന്ന 3 മോഡൽസ് ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്: എസെൻഷ്യൽ, ക്ലാസിക് ആൻഡ് ഇൻഫിനിറ്റി. ഈ മോഡലുകളിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റിയെന്നുള്ള ഒരു ഐഡിയ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യണം. അൺബോക്സിംഗിലേക്ക് കടക്കുന്നതുകൊണ്ട് വാക്വം സീൽഡ് പാക്കിങ്ങിലാണ് 3 മാട്രസുകളും വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു പാക്കിങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ ഡെലിവറി ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. 3 മാട്രസുകൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഓരോ മാട്രസുകളും അൺബോക്സ് ചെയ്യുമ്പോൾ അത് ഏത് മാട്രസ് ആണെന്നുള്ളത് സൈഡിൽ ഞാൻ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാക്വം സീൽഡ് പാക്കിംഗ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മാട്രസ് അതിന്റെ ഷേപ്പിലേക്ക് വരും. അതിന്റെ യഥാർത്ഥ ഷേപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻഫിനിറ്റി മാട്രസിന്റെ തിക്നെസ് മറ്റ് 2 മാട്രസുകളെക്കാളും കുറച്ചുകൂടെ തിക്നെസ് ഉള്ള മാട്രസ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും വലിപ്പം, ഇത്രയും പൊക്കം ഈ ഒരു മാട്രസിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് തിക്നെസ്സിനുള്ള മാട്രസും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ മാട്രസിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയൂ. ഇതിൽ 100% നാച്ചുറൽ ലാറ്റക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രയോജനം അലർജൻ ഫ്രീ ആയിരിക്കും, ഹീറ്റ് റെസിസ്റ്റന്റ് ആയിരിക്കും, ബ്രീതബിലിറ്റി ഉണ്ടായിരിക്കും, നല്ല എയർ ഫ്ലോയും കിട്ടും. റെഗുലർ ഫോം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെടും. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രോപ്പർ എയർ ഫ്ലോ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു കൂളിംഗ് ഫീല് നമുക്കുണ്ടാവും. അപ്പോൾ ഉറക്കത്തിൽ വേർപ്പിന്റെ അസുഖമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ മാട്രസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂളിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബോഡി സപ്പോർട്ടും ബോഡി കംഫർട്ടും. വേക്ക്ഫിറ്റ് മാട്രസുകളിലെ എർഗോടെക് കൺസ്ട്രക്ഷൻ കാരണം നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്രഷർ ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നത്. ചില മാട്രസിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നൊരു ഫീൽ ഉണ്ടാകത്തില്ല. പക്ഷേ ഈ മാട്രസിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മുടെ ബോഡി വെയിറ്റ് ഇത് പ്രോപ്പർ ആയിട്ട് അഡാപ്റ്റ് ചെയ്യും. നമ്മുടെ ബോഡി ഷേപ്പ് മാട്രസ് നാച്ചുറൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. അതുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിം കംഫോർട്ട് ഫീലിംഗും നമുക്ക് ഈ ഒരു മാട്രസിൽ കിടക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. വേക്ക്ഫിറ്റിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഇതിൽ നമുക്ക് 100 ഡേയ്സിന്റെ ഫ്രീ ട്രയൽ കിട്ടും. ഇതിന്റെ പ്രയോജനം നമ്മൾ ഈ മാട്രസ് വാങ്ങി 100 ഡേയ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ് ടു 12 years വാറന്റിയും കിട്ടും. നിങ്ങൾ ലോങ് ടൈം യൂസേജിന് വേണ്ടിയാണ് മാട്രസ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ഓൾറെഡി 55 lakh പ്ലസ് കസ്റ്റമേഴ്സ് ഇപ്പൊ തന്നെ വേക്ക്ഫിറ്റിനുണ്ട്. 1 lakh പ്ലസ് 5-star റിവ്യൂസും വേക്ക്ഫിറ്റിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം വേക്ക്ഫിറ്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് റിവ്യൂഡ് മാട്രസ് ബ്രാൻഡ് കൂടിയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേക്ക്ഫിറ്റിൽ 3 ലേറ്റക്സ് മാട്രസ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള മാട്രസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തേത് എസെൻഷ്യൽ, പിന്നെ ക്ലാസിക് ആൻഡ് ഇൻഫിനിറ്റി. ഈ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ 3 മാട്രസുകളും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം, ഇതിൽ എന്ത് ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 മാട്രസുകളുടെയും ടോപ്പ് ലെയർ വരുന്നത് ലേറ്റക്സ് ലെയർ തന്നെയാണ്. പക്ഷേ ഇതിന്റെ കൺസ്ട്രക്ഷനും ഇതിന്റെ ഫീലും ഫൈനലി കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ടിലാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. എസെൻഷ്യൽ മാട്രസ് ഒരു കൂളിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മാട്രസ് ആണെന്ന് പറയാം. ഒരു 2 ലെയർ സെറ്റപ്പിലാണ് ഇത് വരുന്നത്. ക്ലാസിക് മാട്രസിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രാ സപ്പോർട്ടീവ് ലെയർ കൂടി ഇതിൽ ആഡ് ചെയ്യും. കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കംഫോർട്ട് നമുക്ക് ക്ലാസിക് മാട്രസിൽ കിട്ടും. ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ പ്രീമിയം ആണ്. കുറച്ചുകൂടി തിക്കർ ആയിട്ടുള്ള ലേറ്റക്സ് ലെയറും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കൺസ്ട്രക്ഷനും ഒക്കെയാണ് ഈ ഒരു മാട്രസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന മാട്രസ് ആണ് ഇൻഫിനിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ 3 മാട്രസുകളുടെയും ടോപ്പ് ലെയർ ലേറ്റക്സ് ലെയർ ആണ്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലേറ്റക്സിന്റെ തിക്നെസ്സിലും ഡെൻസിറ്റിയിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എസെൻഷ്യൽ മാട്രസ് വരുന്നത് 1 ഇഞ്ചിന്റെ 70 ഡെൻസിറ്റിയിലുള്ള നാച്ചുറൽ ലേറ്റക്സിലാണ്. ഇത് നന്നായി ബ്രീതബിൾ ആയിരിക്കും, നല്ല കൂളിംഗ് കിട്ടും, നല്ല ഫിംനെസ്സും കിട്ടും, ഒപ്പം തന്നെ സപ്പോർട്ടീവും ആയിരിക്കും. അതായത് ഈ ഒരു മാട്രസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്വെറ്റ് ഫ്രീ ആയിരിക്കും, അതേപോലെ തന്നെ കൂളിംഗും കിട്ടും. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് മെയിൻ ഫോക്കസ് ഈ ഒരു മാട്രസിൽ വരുന്നത്. ഇനി നമ്മൾ ക്ലാസിക്കിലേക്ക് വരുമ്പോൾ 1 ഇഞ്ച് 80 ഡെൻസിറ്റിയിലുള്ള നാച്ചുറൽ ലാറ്റക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എസെൻഷ്യലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡെൻസിറ്റി ഇതിന് കൂടുതലാണ്, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള എയർ ഫ്ലോ ഈ ഒരു മാട്രസിൽ കിട്ടും. അതായത്
എസെൻഷ്യലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷനും കുഷനിങ്ങും ഒക്കെ നമുക്ക് ക്ലാസിക്കിലാണ് ലഭിക്കുക. ഇനിയും ഇൻഫിനിറ്റിയിലേക്ക് വരുന്നുണ്ട് 2 ഇഞ്ച് 82 ഡെൻസിറ്റിയിലുള്ള നാച്ചുറൽ ലേറ്റക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന മാട്രസ് ആണ്. ഇതിന്റെ ലേറ്റക്സ് ലെയർ മറ്റ് മാട്രസുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി തിക്കറും ഡെൻസിറ്റി കൂടിയതുമാണ്. ഇതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ബോഡി ഷേപ്പ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓവറോൾ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി അഡാപ്റ്റീവ് ആണ്, കുറച്ചുകൂടി പ്രീമിയം കംഫോർട്ട് നമുക്ക് ഈ ഒരു മാട്രസിൽ ലഭിക്കുന്നതാണ്. അടുത്തത് മിഡിൽ ലെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ മാട്രസിൽ അഡീഷണൽ മിഡിൽ ലെയർ വരുന്നില്ല. ഇതൊരു സിമ്പിൾ മാട്രസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. എന്നാൽ ക്ലാസിക് മാട്രസിലേക്ക് വരുമ്പോൾ ഇവിടെ മിഡിൽ ലെയർ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്ട്രാ ലെയർ വരുന്നതുകൊണ്ട് കൂടുതൽ സ്പൈൻ സപ്പോർട്ട് കിട്ടും. നമ്മൾ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാട്രസ് ഒരുപാട് താന്നു പോകുന്ന ഒരു പ്രശ്നമൊന്നും ഈ ഒരു മാട്രസിൽ ഉണ്ടാകത്തില്ല. കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി സപ്പോർട്ട് ആയിരിക്കും ഈ മാട്രസിൽ കിട്ടുക. അതായത് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാട്രസിൽ ലഭിക്കും. ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെയർ ആണ് കിട്ടുന്നത്. അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അഡാപ്റ്റീവ് കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു ലെയറിൽ ഇൻഫിനിറ്റിയിൽ വരുന്നത്. നമ്മുടെ ബോഡി ഷേപ്പിനും സ്ലീപ്പിംഗ് പോസ്റ്ററിനും അനുസരിച്ച് ഡൈനാമിക്കലി ഈ ഒരു ലെയർ റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ പ്രഷർ പോയിന്റ്സ് ആയിട്ടുള്ള ഷോൾഡർ, ഹിപ്പ്, ലോവർ ബാക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ കുറച്ചുകൂടി സപ്പോർട്ട് നമുക്ക് ഈ ഒരു മാട്രസിൽ ലഭിക്കുന്നതാണ്. അടുത്തത് മാട്രസിന്റെ ബേസ് ലെയർ ആണ്, അതായത് ബോട്ടം ലെയർ. ഈ ബോട്ടം ലെയർ ആണ് മാട്രസിന്റെ ഡ്യൂറബിലിറ്റിയും അതേപോലെ സ്റ്റെബിലിറ്റിയും ഒക്കെ മാനേജ് ചെയ്യുന്നത്. എസെൻഷ്യലും ക്ലാസിക്കലും 28 ഡെൻസിറ്റിയിലുള്ള സ്റ്റെബിലിറ്റി ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മാട്രസിന്റെ ഫിറ്റ്നസ് കുറേയധികം നാൾ കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പോസ്റ്റർ സപ്പോർട്ട് പ്രോപ്പർ ആയിട്ട് ഇതിലൂടെ ലഭിക്കും. മാട്രസ് ഷേപ്പ് ലോങ് ടൈമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു ലെയർ സപ്പോർട്ട് ചെയ്യും. ഇനി ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ ലക്ഷറി ഗ്രേഡിലുള്ള ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഫിനിറ്റിയിൽ സപ്പോർട്ടിനോടൊപ്പം ബെറ്റർ സ്റ്റെബിലിറ്റിയും പിന്നെ ഒരു ഹോട്ടൽ ലൈക്ക് മാട്രസിന്റെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഈ ഒരു മാട്രസിൽ ലഭിക്കുക. കാരണം ഇതിന്റെ ബേസ് കൺസ്ട്രക്ഷൻ കുറച്ചുകൂടി പ്രീമിയം ആണ്. ലോങ് ടൈമിലേക്ക് മാട്രസിന്റെ ഷേപ്പ് അതേപോലെ കീപ്പ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഇനി 3 മാട്രസിന്റെയും ടോപ്പ് ലെയർ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഇതിന്റെ കവർ ഒന്ന് പരിചയപ്പെടാം. ഈ കവറുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാനും പറ്റും. എസെൻഷ്യൽ മാട്രസിന്റെ കവർ വരുന്നത് എയ്റോടെക്സ് നിറ്റ് ഫാബ്രിക് ആണ്. ഇത് ബ്രീത്തബിൾ ആണ്. 250 GSM ഫാബ്രിക് ആണ്. എല്ലാ ടൈപ്പ് സ്കിന്നിനും ഈ ഒരു ഫാബ്രിക് സൂട്ടബിൾ ആണ്. ക്ലാസിക്കിലേക്ക് വരുമ്പോൾ എയ്റോടെക്സ് പ്ലസ് കവർ ആണ് വരുന്നത്. ഇതും ബ്രീത്തബിൾ ആണ്, ഹൈപ്പോഅലർജിക് ആണ്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ എയ്റോടെക്സ് ഇൻഫിനിറ്റി ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതും ബ്രീത്തബിൾ ആണ്, ഹൈപ്പോഅലർജിക് ആണ്. അതിനൊപ്പം കുറച്ചുകൂടെ സോഫ്റ്റും കംഫർട്ടബിളുമായിട്ടുള്ള ഒരു കവറാണ് ഈ ഒരു മാട്രസിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 3 മാട്രസിലും മോഷൻ ഐസൊലേഷൻ ടെസ്റ്റും ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഞാൻ വാട്ടർ ടെസ്റ്റും എഗ് ടെസ്റ്റുമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ 3 മാട്രസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഈ മോഷൻ ഐസൊലേഷൻ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേര് കിടന്നുറങ്ങുന്നു, ഒരാൾ എപ്പോഴും എണ്ണിക്കുന്നു, തിരിഞ്ഞു കിടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടെ കിടക്കുന്ന ആൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ ഈ മോഷൻ ഐസൊലേഷൻ ഉള്ള മാട്രസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടെ കിടക്കുന്ന ആൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറത്തില്ല. കാരണം ആ മോഷൻ അവർ എഴുന്നേക്ക് അനങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ മോഷൻ ഐസൊലേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത് കിടക്കുന്ന ആൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെ ഈ മാട്രസുകളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മോഷൻ ഐസൊലേഷൻ ടെസ്റ്റിലൂടെ 2 രീതിയിൽ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഞാൻ എസെൻഷ്യൽ മാട്രസിലാണ് ഇത് ചെയ്ത് നോക്കുന്നത്. ഒരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് മാട്രസിൽ വെക്കുന്നു. അതിനുശേഷം മാട്രസിൽ കിടന്ന് ചാടി നോക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗ്ലാസ് സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. മറിഞ്ഞു വീഴുകയോ വെള്ളം വെളിയിലേക്ക് ചാടി പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കൊരു എഗ് ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം. ഞാൻ ഒരു എഗ് എടുത്തിട്ടുണ്ട്. അത് മാട്രസിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ പുറത്തുനിന്ന് കിടന്നു നോക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഇച്ചിരി പേടിയുള്ളൊരു കാര്യമായിരുന്നു ഇത് ചെയ്യുന്നതിന് മുമ്പ്. ഞാനൊരു കവറിൽ എഗ് ഇട്ടിട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ എഗ് മാട്രസിൽ വെച്ചിട്ട് അതിലേക്ക് കിടന്നു നോക്കുകയാണ്. അപ്പൊ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എഗ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഷർട്ടും എല്ലാം പ്രശ്നമാകുമല്ലോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. ബട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത് നമുക്ക് ക്ലാസിക്കിലും സെയിം ടെസ്റ്റ് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് മാട്രസിൽ വെക്കുന്നു, വീണ്ടും ചാടുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള എഫക്റ്റും ഗ്ലാസ്സിലേക്ക് വരുന്നില്ല, അതിലെ വെള്ളത്തിലേക്കും വരുന്നില്ല. ഇനിയും ഇതേപോലെ തന്നെ നമുക്ക് എഗ് ടെസ്റ്റ് കൂടെ ക്ലാസിക്കൽ ചെയ്ത് നോക്കാം. സേഫ് ആയിട്ട് തന്നെ എഗ് നമുക്ക് തിരിച്ച് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഇൻഫിനിറ്റിയിലും റിപ്പീറ്റ് ചെയ്യാം. ഗ്ലാസ്സിൽ വാട്ടർ വെക്കുന്നു, ജമ്പ് ചെയ്യുന്നു. ഇവിടെയും ഗ്ലാസ്സിലെ വെള്ളം തെറിച്ച് വെളിയിലോട്ട് പോകുകയൊന്നും ചെയ്യുന്നില്ല. അതായത് അത്രയും ചാടിയിട്ട് പോലും അതിലെ വെള്ളം തെറിച്ച് പോവുകയോ ഗ്ലാസ് മറിഞ്ഞു വീഴുകയോ ഒന്നും ചെയ്യുന്നില്ല. അത്രയ്ക്ക് മോഷൻ ഐസൊലേഷൻ ഈ മാട്രസുകളിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ എഗ് ടെസ്റ്റ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു എഗ് ഞാൻ മാട്രസിന്റെ മുകളിൽ വെച്ചു. അതിനുശേഷം നല്ലോണം ഒന്ന് കിടക്കുകയാണ്. നമ്മൾ നല്ലോണം ഒന്ന് അമങ്ങി കിടന്ന് നോക്കിയാലും പൊട്ടുന്നുണ്ടോ എന്ന് ഞാൻ ആ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെങ്കിൽ ഒന്നും സംഭവിച്ചില്ല. എഗ് അതേപോലെ തന്നെ നമുക്കിവിടെ തിരിച്ചെടുക്കാനായിട്ട് പറ്റി. അപ്പൊ ഈ 3 മാട്രസുകളുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു ധാരണ
ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇതിൽ ഏത് മാട്രസ് ആണ് നിങ്ങൾക്ക് പറ്റിയ മാട്രസ്, ഏതാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള കുറച്ച് നല്ല കൂളിംഗും ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മാട്രസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മാട്രസ് ആയിരിക്കും എസെൻഷ്യൽ മാട്രസ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള കംഫോർട്ടും സപ്പോർട്ടും അതേപോലെ മോഷൻ ഐസൊലേഷനും ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്ന ഒരു മാട്രസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസിക്കിലേക്ക് പോവുക. അതല്ല ഇനി കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു മാട്രസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി മാട്രസ് പർച്ചേസ് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടി തിക്നെസ്സും ഡെൻസിറ്റിയും ഒക്കെ ഉള്ള ലേറ്റക്സ് ലെയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രീമിയം ലെവലിലുള്ള സപ്പോർട്ടീവ് ലെയർ കൺസ്ട്രക്ഷൻ ഒക്കെ ഈ ഒരു മാട്രസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കുഷനിങ് ഇതിൽ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ പ്രഷർ പോയിന്റ്സിലൊക്കെ ഷോൾഡറിലും ഹിപ്പിലും ലോവർ ബാക്കിലും ഒക്കെ നല്ല സപ്പോർട്ടും ഈ ഒരു മാട്രസിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു മാട്രസ് യൂസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പരിചയപ്പെട്ട എസെൻഷ്യലും ക്ലാസിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന മാട്രസ് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചധികം പ്രീമിയം ഫീൽ ആണ് ഈ ഒരു മാട്രസിൽ കിട്ടുന്നത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു മാട്രസിന്റെ ഒരു കുഷനിങ്ങും ആ ഒരു ഫീലും ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റി മാട്രസിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ കംഫോർട്ടിനും അനുസരിച്ചുള്ള മാട്രസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ മാട്രസുകളുടെ പ്രൈസിങ്ങും വാറന്റിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എസെൻഷ്യൽ വരുന്നത് 6886 രൂപയ്ക്കാണ്. 7 ഇയേഴ്സിന്റെ വാറന്റിയാണ് ഇതിൽ വരുന്നത്. ക്ലാസിക്കിലേക്ക് വരുമ്പോൾ 8699 രൂപ 10 ഇയർ വാറന്റി കിട്ടുന്നുണ്ട്. ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ 14784 രൂപയാണ് ഈ മാട്രസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 ഇയർ വാറന്റിയാണ് ഈ ഒരു മാട്രസിന് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മാട്രസിന്റെ സൈസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രൈസിലും വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ അത് വേക്ക്ഫിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മാട്രസിന്റെ സൈസും കാര്യങ്ങളും എല്ലാം കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ച് ആ മാട്രസിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വേക്ക്ഫിറ്റിന്റെ ഒരു മാട്രസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേർത്ത് എഴുന്നേൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ 100 ദിവസത്തിന്റെ ട്രയൽ കിട്ടുന്നത് കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഈ മാട്രസ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. 12 വർഷത്തെ വാറന്റിയും കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിലേക്ക് ഒരു നല്ല മാട്രസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേക്ക്ഫിറ്റ് മാട്രസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ മാട്രസുകളും നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ മാട്രസുകൾ കസ്റ്റമൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.